Ambier Institute of Engineering and Private ITI, New Bus Stand, Payyannur. ചെറുപുഴ പഞ്ചായത്തിലെ മേലുത്താന്നി കരിങ്കൽ ക്വാറിയിൽ സ്റ്റേറ്റ് എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് അതോറിറ്റി പരിശോധന നടത്തി. ക്വാറിക്ക് ജിയോളജി വകുപ്പ് NOC നൽകുകയും പരിസ്ഥിതി അനുമതി ലഭിക്കുകയും ചെയ്തത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ക്വാറി വിരുദ്ധ ആക്ഷൻ കമ്മിറ്റി നൽകിയ പരാതിയിൽ അന്വേഷണ കമ്മീഷനെ നിയമിക്കുകയും ക്വാറിയുടെ പ്രവർത്തനം ജനജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും കുടിവെള്ളം മലിനമാകുവാൻ കാരണമാകുമെന്നും വിലയിരുത്തി റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ക്വാറി ഉടമകൾ അനുമതി റദ്ദാക്കരുതെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചു. ഇതിൽ ക്വാറി വിരുദ്ധ ആക്ഷൻ കമ്മിറ്റി കക്ഷി ചേർന്നു. ഇതേ തുടർന്ന് കോടതി നിർദ്ദേശപ്രകാരം ക്വാറി പ്രദേശം സന്ദർശിക്കുവാനാണ് ഉദ്യോഗസ്ഥരെത്തിയത്. ഡോക്ടർ മഹേഷ് മോഹൻ, അനു ഗോപിനാഥ് എന്നിവരാണ് പരിശോധന നടത്തിയത്. സമീപത്തെ വീടുകളിലും ഇവർ പരിശോധന നടത്തി. പഞ്ചായത്ത് അംഗം PV വിജയൻ, ക്വാറി വിരുദ്ധ ആക്ഷൻ കമ്മിറ്റി കൺവീനർ RK പത്മനാഭൻ, കമ്മിറ്റി അംഗങ്ങൾ, പ്രദേശവാസികൾ തുടങ്ങി നിരവധി പേർ സ്ഥലത്തെത്തിയിരുന്നു. 12 വർഷം മുൻപ് പ്രവർത്തനം നിലച്ച ക്വാറി വീണ്ടും തുറക്കുവാനുള്ള നീക്കം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും കുടിവെള്ളം മലിനമാകുന്നത് കൂടാതെ 2 കുന്നുകളെ തമ്മിൽ മണ്ണിട്ട് ഉയർത്തി ബന്ധിപ്പിച്ച് അതിനടിയിൽ കൂടി വെള്ളം പോകുവാൻ പൈപ്പിട്ടിരിക്കുകയാണെന്നും ഇത് അപകട കാരണമാകുമെന്നും വീതി കുറഞ്ഞ റോഡിൽ കൂടി വലിയ വാഹനങ്ങൾ കടന്നു പോകുന്നതും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. പക്ഷെ ശരിക്കും അതിലേന്ന് പിടിക്കുവാണെങ്കിൽ 50 മീറ്റർ ഇല്ല. നോക്കണേ ഹൈക്കോടതിയിൽ കേസ് നടന്നു വരുന്നതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ പാരിസ്ഥിതിക ബോർഡിനോട് ഈ കോറി നിൽക്കുന്ന സൈറ്റ് സന്ദർശിച്ച് റിപ്പോർട്ട് തരണം കോടതിയിൽ എന്ന് കോടതി നിർദ്ദേശം വന്നത്. ആ കോടതി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഞങ്ങൾക്ക് നോട്ടീസ് അയച്ചു. ഞങ്ങൾ തിരുവനന്തപുരത്ത് പാരിസ്ഥിതിക ബോർഡിലേക്ക് പോകണമെന്ന് പറഞ്ഞു, മൊഴി കൊടുക്കണമെന്ന് പറഞ്ഞു. അവിടെ ഞങ്ങൾ മൊഴി കൊടുത്തു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ ഈ സൈറ്റ് കാണുന്നതിന് വേണ്ടി അവർ വരും എന്ന് ഇന്നലെ ഞങ്ങളെ വിളിച്ചറിയിച്ചത്. ഇന്നിപ്പോൾ അവർ സൈറ്റ് കാണാൻ വന്നു. സൈറ്റ് കാണാൻ വന്ന് അവിടുത്തെ ദുരന്തം എല്ലാം അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ കക്ഷി, ഈ കോറിയുടെ ഉടമയും അതോടൊപ്പം വിൽപ്പന നടത്തിയപ്പോൾ എടുത്ത ആളുകളും അവരുടെ എൻജിനീയർമാരും എല്ലാം സൈറ്റിൽ വന്നിട്ടുണ്ട്. അവരെന്തൊക്കെയോ കളവന്നെയാണ് പറയുന്നത്, എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ സത്യസന്ധമായ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഒരു കാരണവശാലും ജനജീവിതം ദുസ്സഹമാകുന്ന ഒരു കോറി, ജനവിരുദ്ധ കോറിയാണ്. ഈ കോറിക്ക് ഞങ്ങൾക്ക് അഭിപ്രായം ചേർക്കുന്നില്ല. കോറി വന്നോട്ടെ, കോറി ആവശ്യമാണ്. പക്ഷെ ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന പ്രദേശത്ത് കോറി ഉണ്ടാകാൻ പാടില്ല. പാറോത്ത് നീരെന്ന് പറയുന്ന 250 കുടുംബങ്ങൾ അധിവസിക്കുന്ന ഒരു പ്രദേശം, 2-3 അമ്പലം ആ പ്രദേശത്തുണ്ട്. ഇത്തരത്തിലുള്ള പിന്നെ സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾ നടന്നു പോകുന്ന വഴിയാണ് റോഡ്. 3 മീറ്റർ വീതിയുള്ള ടാറിങ് റോഡാണ്. ആ റോഡിലൂടെ തേരാപ്പാര ടിപ്പർ വണ്ടി മെറ്റീരിയലും വലിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെ ആർക്കും യാത്ര ചെയ്യാൻ പറ്റുമോ? അനുമതി കൊടുക്കില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കൊടുത്താൽ ജനകീയ പ്രതിഷേധം കടുത്ത നിലയിൽ ആ പ്രദേശത്തുണ്ടാവും. അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലേക്കും എല്ലാം ഞങ്ങൾക്ക് പോകേണ്ടി വരും. അതിശക്തിമത്തായ നിലയിലുള്ള പ്രക്ഷോഭ പ്രവർത്തനങ്ങൾ ജീവൻ കൊടുത്തും ഞങ്ങൾ ആ പ്രദേശത്തെ നിലനിർത്താൻ, ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ ഞങ്ങൾ മുന്നോട്ടേക്ക് പോകും. ഇതിൽ രാഷ്ട്രീയമില്ല. കഴിഞ്ഞ തവണ 16-ാം വാർഡിൽ മത്സരിച്ച 3 സ്ഥാനാർത്ഥികൾ, BJP, കോൺഗ്രസ്, CPM, ആ 3 സ്ഥാനാർത്ഥികളും ഇന്ന് ആ പ്രദേശത്തേക്ക് വന്നിട്ടുണ്ട്. അവിടെ കോൺഗ്രസും BJPയും CPM ഉള്ളൂ. ആ 3 പാർട്ടിയുടെ മുഴുവൻ ആളുകളും ഇതിനോടൊപ്പം അണിചേരുന്നുണ്ട്. അവിടെ ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയവുമില്ല, ഒരു മതവുമില്ല, ഒരു ജാതിയില്ല. ജനങ്ങളുടെ പ്രശ്നമാണ്. ആ ജനങ്ങളുടെ പ്രശ്നം സംരക്ഷിക്കാൻ ഞങ്ങൾ മുന്നിട്ടിറങ്ങും. ഞങ്ങൾ നല്ല യോജിപ്പോടുകൂടി മുമ്പോട്ടേക്ക് പോകും. കലാസമിതിൻ്റെ പിന്നിലുണ്ട്, അമ്പലങ്ങളുണ്ട്. ഈ നിലയിലെല്ലാമുള്ള ആളുകൾ ഇതിൻ്റെ പിന്നിൽ അണിനിരന്നിട്ടുണ്ട്. എല്ലാ ആളുകൾക്കും ഇത് കോറി വരാതിരിക്കണം എന്ന അഭിപ്രായമാണുള്ളത്. അതുകൊണ്ടാണ് എല്ലാവരും അണിനിരന്നത്. സ്റ്റുഡൻസും നല്ല ജോബ് ഓറിയന്റഡ് കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട്. ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ്. ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കാൻ എന്നെ പ്രാപ്തിയാക്കിയത് ആംപിയർ ITI. ആംപിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തന്നു. ഇന്ന് ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. അതിനെ പ്രാപ്തനാക്കിയത് ആംപിയർ ITI ആണ്. എനിക്ക് മാത്രമല്ല, ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടിത്തന്നത് ആംപിയർ ITI ആണ്. 100% ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ. ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ITI, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ.